ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 513-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: കടന്നുപോയവർക്ക് അറിവും കേൾവിയും ഉണ്ടോ? കടന്നുപോയവർക്ക് അറിവും കേൾവിയും ഉണ്ടോ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 22 മെയ് 2026, ഈ മാസത്തിലെ 22-ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 8-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ വർഷത്തിൽ നാം ജനുവരി തൊട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 142-ാമത്തെ ദിവസമാണ് ഇന്ന്. കടന്നുപോയവർക്ക് അറിവും കേൾവിയും ഉണ്ടോ? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. സങ്കീർത്തനം 115:17 എന്ന വാക്യവും മരിച്ചവരെ അടക്കട്ടെ മത്തായി 8:22 എന്ന വാക്യവും സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് മാറ്റി തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗവും ക്രൈസ്തവരുടെ ഇടയിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ പറയുന്നവരുടെ ആത്മാക്കൾ ജീവനോടെ ഇരിക്കുന്നെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലും അതുമൂലം നിർജീവവും ബോധരഹിതവുമായും കാണുന്നുവെന്ന് സമർത്ഥിക്കുന്നു. ഈ വാദഗതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിഷ്പക്ഷമായി നമുക്ക് ഒന്ന് അന്വേഷിക്കാം. സങ്കീർത്തനത്തിലെ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ 17-ാം വാക്യത്തിൽ ദാവീദ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകും. 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ഈ വാക്യത്തിൽ നാമോ എന്ന് പറയുന്നത് ഇത് പറഞ്ഞ ദാവീദ് രാജാവും എന്ന് പറയുന്ന നമ്മളും ആണ്. അതിനാൽ നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ് വിശ്വസിക്കേണ്ടത്. കാരണം ഇന്നു മുതൽ എന്നേക്കും വാഴ്ത്തും എന്നത്രേ പറയുന്നത്. മരിച്ചവർ മൗനതയിൽ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ എന്നേക്കും വാഴ്ത്തും? ഇവിടെ ദാവീദ് മരിച്ചു കഴിഞ്ഞു, ആ സ്ഥിതിക്ക് അദ്ദേഹം എന്നേക്കും എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ് എന്ന് ചിന്തിക്കാൻ ഒക്കുമോ? മറിച്ച് മരിച്ചാലും വാഴ്ത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. മരിച്ചവർ യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനാൽ ഈ പറയുന്ന മരണം മറ്റേതോ ഒരു മരണമെന്ന് വരുന്നില്ലേ? 115-ാം സങ്കീർത്തനം വിവക്ഷിക്കുന്നത് ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ട് മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണോ എന്ന് പരിശോധിക്കണം. എന്നാൽ വിഗ്രഹ സേവ നടത്തി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വിഗ്രഹാരാധികൾ മരിച്ചവരും മൗനത്തിൽ ഇരിക്കുന്നവരുമാണ്. അവർക്ക് ജീവനുണ്ടെങ്കിലും മരിച്ചവരാണ്. എന്നാൽ സത്യ ദൈവ ആരാധകരായ നാമോ എന്നും എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നാമോ എന്നേക്കും സ്തുതിക്കുമെന്ന് പറയുന്നത്. ജാതികളുടെ സങ്കീർത്തനക്കാരൻ തന്നോട് കൂടെയുള്ളവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും വാങ്ങിപ്പോയവർ ഉൾപ്പെടെ ദൈവത്തെ സ്തുതിക്കുമെന്ന് സൂചനയാണ് നമുക്ക് ഇവിടെ നൽകുന്നത്. മരിച്ചവരെ അടക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് മത്തായി 8:28 പറയുന്നു. ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദേശം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ശിഷ്യൻ തൻ്റെ അപ്പനെ മുൻപേ പോയി അടക്കം ചെയ്യുവാൻ യേശുവിനോട് അനുവാദം ചോദിച്ചതായി നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ യേശു നൽകിയ മറുപടിയാണ് മുകളിൽ പറഞ്ഞത്. ഈ വേദഭാഗം വാങ്ങിപ്പോയവരെ ഓർക്കണ്ട എന്ന് കൽപ്പിച്ച മറുപടിയല്ല. ഇവിടെ ആത്മീയമായി മരിച്ച ആൾ ശാരീരികമായി മരിച്ച ആളിനെ അടക്കം ചെയ്യട്ടെ എന്നാണ് വിവക്ഷ. പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകലുന്ന വേർപാട് ഈ അവസ്ഥയെ കാണിക്കുന്നു. ബൈബിളിലെ മറ്റൊരു ഭാഗത്ത് 1 തീമോത്തിയോസ് 5:6 പറയുന്നത് സഭയിലെ വിധവമാരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നും വിധവമാർ എങ്ങനെ പെരുമാറണമെന്നും പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ നിയന്ത്രണമില്ലാതെ വിഷയാസക്തിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ ജീവിച്ചിരിക്കയാൽ തന്നെ ചത്തവൾ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പാപങ്ങളിൽ തന്നെ മരണാർഹവും മരണാർഹമല്ലാത്തതുമായ പാപങ്ങളുണ്ട്. അവയിൽ ക്ഷമിക്കപ്പെടുന്നവയും അല്ലാത്തവയുമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൂഷണ
ഒഴികെ ബാക്കിയുള്ളവയെല്ലാം ക്ഷമിക്കപ്പെടുന്ന പാപമാണ് എന്ന് വചനം പറയുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന അതിലും അവനോട് ക്ഷമിക്കുകയില്ല. പാപക്ഷമ ലഭിക്കുവാൻ മറ്റൊരുവിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പാപമോചനത്തെ പറ്റിയും 1 യോഹന്നാൻ 5:16-17 പറയുന്നുണ്ട്. സഹോദരൻ മരണത്തിനല്ലാതെ പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാതെ പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാതെ ഉണ്ട് താനും. ഈ വചനം മൂലം പാപക്ഷമ ലഭിക്കുവാൻ ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട്. ഈ പ്രാർത്ഥനയും അപേക്ഷയും അന്ത്യ ന്യായവിധി വരെ ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ മനുഷ്യന് ദൈവം അവസരം നൽകിയിരിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ പുത്രൻ തമ്പുരാൻ ഈ അപേക്ഷയല്ലേ നടത്തുന്നത് എന്നത് മറ്റൊരു അധ്യായത്തിൽ വിവക്ഷിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. തിരുവെഴുത്ത് പ്രകാരം ജീവിച്ചിരിക്കെ മരിച്ചവരുണ്ട്, മരിച്ചിരിക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിക്കേണ്ടതെങ്കിലും ജീവിക്കുന്നവരുമുണ്ട്. ഇവിടെയുള്ള പ്രധാന സംശയം ശാരീരികമായി മരിച്ചവർക്ക് ബോധമുണ്ടോ, അവർക്ക് അറിവും കേൾവിയുമുണ്ടോ? ഇതിന് വചനം നൽകുന്ന മറുപടി എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5:25 പ്രകാരം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഈ വചനാടിസ്ഥാനത്തിൽ കടന്നുപോയവർക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുമുണ്ടെന്ന് നിശ്ചയം. 3 ഉദാഹരണങ്ങൾ ഇവയാണ്. യേശു യായിറോസിന്റെ മരിച്ച മകളോട് ബാലയെ എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചു. അവൾ കേട്ട് എഴുന്നേറ്റു. വിധവയുടെ മരിച്ച മകനോട് യേശു കൽപ്പിച്ചു, യുവാവേ നീ എഴുന്നേൽക്കുക. അവൻ കേട്ട് എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. മരിച്ച് അടക്കി 4 ദിവസമായി നാറ്റം പിടിച്ചു എന്ന് സഹോദരി പോലും പറയത്തക്ക നിലയിലെത്തിയ ലാസറിനോട്, ലാസറേ നീ പുറത്തു വരിക എന്ന ദൈവശബ്ദം കേട്ട് അവൻ പുറത്തു വന്നു. ഈ സംഭവങ്ങളെല്ലാം മരിച്ചവർക്ക് കേൾവിയും അറിവും ഉണ്ടെന്ന് തെളിയിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ മരിച്ചതിന് ശേഷവും നമുക്ക് കേൾവിയും അറിവും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചതായ പാതയിലൂടെ നാം യാത്ര ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു കാരണവശാലും ദൈവത്തിന്റെ പൈതലാകാതിരിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ദൈവത്തിന്റെ പൈതലായിരിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മളുടെ പ്രവൃത്തികളെ ചേഞ്ച് ചെയ്യണം, നമ്മുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യണം. നാം ശിശുക്കളുടെ മനസ്സിന് തുല്യമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നു മുതൽ ആരെയും സഹായിച്ചില്ല എങ്കിലും ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സത്യം ചെയ്തുകൊണ്ട് എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആയതിനാൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, കടന്നുപോയവർക്ക് അറിവും കേൾവിയും ഉണ്ട്. അതിൻ പ്രകാരം അത് മനസ്സിലാക്കി നാമും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ നിത്യജീവനിൽ കഴിയത്തക്കവണ്ണം സൽപ്രവൃത്തികൾ ചെയ്ത് നമ്മളുടെ കടമകൾ നിർവഹിച്ച് ഈ ലോകത്തിൽ നിന്നും യാത്രയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അവൻ്റെ വെളി വരുമ്പോൾ സന്തോഷത്തോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.